ടുട്ടു നമ്മൾ അങ്ങോട്ടാ പോകുന്നത്? ഇഞ്ചക്കൽ. ഇഞ്ചക്കൽ എന്തിനാണ് പോകുന്നത്? ഡസ്റ്റിനി എടുക്കാൻ. ആർക്ക്? മാമുന്. മാമുന്? ആ, ഏത് കളർ ഏതാണ്? ബ്ലാക്ക്. ബ്ലാക്കാ? നമ്മളിപ്പോ എങ്ങനെയാ പോകുന്നത്? നമ്മള് ബൈക്കിന് പോകും. ബൈക്കിന് പോയിട്ട് ഇഞ്ചക്കൽ പോയി ഷോറൂമിൽ ചെന്നിട്ട് ഡസ്റ്റിനി എടുക്കും. പോവാം. അങ്ങനെ നമ്മൾ റെഡിയായി. എന്താ ടുട്ടു ഇറങ്ങി വരുന്നുണ്ട്, അളിയന്താ നിൽക്കുന്നുണ്ട്. അങ്ങനെ വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം 26 കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഹീറോയുടെ ഷോറൂമിലാണ്. അപ്പോൾ നമ്മുടെ ഹീറോയുടെ ഷോറൂമിലാണ് നമ്മൾ വണ്ടി ബുക്ക് ചെയ്തിരിക്കുന്നത്. ഏകദേശം വണ്ടിയെല്ലാം സെറ്റായി ഇരിപ്പുണ്ട്. നമ്മൾ പേപ്പർ വർക്കിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വെയിറ്റിംഗ്. അങ്ങനെ നമ്മുടെ വണ്ടി ഇതാ ഈ ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന വണ്ടി ബ്ലാക്കാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് വേറൊരു കളറും കൂടി ഇരിപ്പുണ്ട്. ഒരു പിങ്ക് ഷെയ്ഡ് പോലത്തെ ഒരു കളറാണ്. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഈ ബ്ലാക്കിനേക്കാൾ എനിക്ക് ആ പിങ്ക് ഷെയ്ഡ് കുറച്ച് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ അളിയന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ബ്ലാക്കാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ബ്ലാക്ക് വണ്ടിയിലോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്തത്. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ പേപ്പർ വർക്കെല്ലാം കഴിഞ്ഞു. നമ്മളിപ്പോൾ വണ്ടി എടുക്കുന്ന ആ ഒരു ടൈം ആയിട്ടുണ്ട്. താക്കോൽദാന ചടങ്ങിലോട്ടാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ കൂടെ നിൽക്കുന്നത് അവിടുത്തെ സ്റ്റാഫാണ്. അപ്പോൾ വണ്ടിയെക്കുറിച്ചും കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ കൂടെ ഒരു ഹെൽമെറ്റ് കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഹെൽമെറ്റ് അഡീഷണൽ നമ്മൾ വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. തൊട്ടു മാമുൻ്റെ വണ്ടി ഇഷ്ടപ്പെട്ട? വണ്ടി ഇഷ്ടപ്പെട്ടാ? സെൽഫ് എടുക്കത്തില്ല, ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആണ്. ഓക്കെ, ഇതിൽ പെട്രോളാണ്. പെട്രോൾ മിനിമം ഇപ്പോൾ 1.5 ലിറ്റർ മതിയാവും. പിന്നെ നമുക്കിതിൽ ഈ ലൈറ്റ് ഓഫ് ചെയ്യണം. 2.5 ലിറ്റർ പെട്രോൾ എപ്പോഴും ഉണ്ടായിരിക്കണം. ഓക്കെ, അത് ചെയ്താൽ എങ്കിൽ ലൈറ്റ് ഓഫ് ആവും. ഓക്കെ, അതുപോലെ ടാങ്ക് കപ്പാസിറ്റി 5 ഫ്യൂൽ ഇഞ്ചക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് പെട്രോൾ താഴെ പോകാൻ പാടില്ല. അതുപോലെ ഇതിൽ ടാങ്ക് കപ്പാസിറ്റി 5.5 ലിറ്ററാണ്. നമ്മൾ ഇത് വണ്ടി ഫുൾ ടാങ്ക് വെച്ച് അടിക്കാൻ പാടില്ല. മാക്സിമം ഒരു 5 ലിറ്റർ അല്ല 4 ലിറ്റർ അത്ര അടിച്ച് ഫുൾ ടാങ്ക് അടിച്ച് ഏത് പിടിച്ച് നിന്ന് പോകും. പിന്നെ വണ്ടി സ്റ്റാർട്ടാകാൻ പറ്റും. അത് ശ്രദ്ധിക്കുക, കൂടുതലടിക്കുന്നതിനുമില്ല. ഓക്കെ, പിന്നെ ഇത് സിഗ്നലിൽ ഓട്ടോമാറ്റിക് ഓഫ് ആവും. ഓഡിയോ ടൈം ഓട്ടോമാറ്റിക് ബ്രാക്ക് കൊടുത്ത് ആക്സിഡൻറ്റ് കൊടുത്ത് സെൽഫ് ഓടിച്ച് ഓൺ ചെയ്യാം. ചെന്ന് വേണമെങ്കിൽ ഓഫ് ചെയ്തിടാം. ഏതാണ് നമ്മുടെ മെഷീൻ. ഇത് ലൈറ്റ് ഡിമ്മും ബ്രൈറ്റും ഓഫ് ചെയ്താൽ പറ്റും. ഡ്രൈവിംഗ് ലൈറ്റ് കളറാണ്. ഓക്കെ, അതുപോലെ തന്നെ വണ്ടി നമ്മൾ ക്രോസ് ചെയ്ത് പ്രസ് ചെയ്യണമെങ്കിൽ ബ്ലോക്ക് ആവും. ടാങ്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. പുഷ് ചെയ്തിട്ട് അതിൻ്റെ ടാങ്ക് ഓപ്പൺ ആയത് 2 ടൈപ്പ് വരുന്നത്. ഈ വൈറ്റ് പോർഷൻ വേറെ അടിക്കാൻ പാടില്ല. ഇപ്പോൾ അടിക്കുകയാണെങ്കിൽ 3 ലിറ്റർ എന്ന് അടിച്ചാൽ മതി. കൂടുതലടിക്കണം. ഇതിൽ നമ്മുടെ ഫോണിൻ്റെ USB കണക്ട് വരുന്നു. ചാർജിങ് ആക്സിഡൻറ്റ് കൊടുത്ത് സെൽഫ് അടിച്ച് അത് സ്റ്റാർട്ടാണ്. ചേട്ടന് വേണ്ടെങ്കിൽ ഓഫ് ചെയ്യും. ഇത് പെട്രോൾ സേവിങ് സിസ്റ്റം മാത്രമാണ്. പെട്രോളിൻ്റെ നോക്കിയാണ്. പെട്രോൾ മെയിനാണ് നോക്കുക. കൂടുതൽ അടിക്കൽ കൂടുതൽ വണ്ടിക്ക് കടകളിൽ വരും വന്നിട്ടുണ്ടാവില്ല. ഇപ്പം നിലവിൽ എത്ര? ഇതിലിപ്പോൾ 1.5 ലിറ്റർ പെട്രോൾ ഉണ്ടാവും. 1.5 ഞാൻ അടിക്കാൻ 3 ലിറ്റർ എല്ലാം അടിച്ചാൽ അടക്കുകയാണ്. അങ്ങനെ ടുട്ടു അവരുടെ കയ്യിൽ നിന്ന് ഡെമോ കീയൊക്കെ വാങ്ങി അങ്ങനെ നമ്മുടെ വണ്ടി നമ്മൾ ഇറക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ നാരങ്ങയും വെറ്റിലേക്ക് വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു. അപ്പോൾ നാരങ്ങ വെച്ച് നമ്മൾ വണ്ടി ഇറക്കുകയാണ്.
ആ എടുത്തോ. എടാ ഇത് ഓപ്പണാക്കാൻ അങ്ങനെ ഇത് ഓപ്പണാക്കാൻ ജസ്റ്റ് ഇല്ല ജസ്റ്റ് പുഷ് ലെഫ്റ്റിൽ. ഓ ഓക്കെ. അങ്ങനെ ഐശ്വര്യമായി നമ്മൾ ആദ്യത്തെ പെട്രോൾ അടിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കുഞ്ഞു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.